ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ വീഡിയോസിനെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് എനിക്ക് ഒരുപാട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ദിവസവും കഠിനമായി ജോലി ചെയ്യുന്നു. ഞാൻ ഷോർട്ടിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ദിവസവും കഠിനമായി നമ്മൾ ജോലി ചെയ്യുന്നു, പക്ഷെ ജീവിതത്തിലെ വലിയ മാറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? പലരും വിശ്വസിക്കുന്നത് എന്താണ്, നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനവും, പലരും വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനം മാത്രമാണെന്നാണ്. പക്ഷേ സത്യം എന്താണെന്നറിയോ? അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ്, അതിനേക്കാളൊക്കെ വലുതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ചെറിയ സ്റ്റോറി കഠിനാധ്വാനം മാത്രമല്ല നമ്മുടെ വിജയത്തിന്റെ പിന്നിൽ എന്നുള്ള സത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു സ്റ്റോറി കൂടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഒരു ഗ്രാമത്തില് ശിവൻ എന്ന് പറയുന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അവൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവന്റെ വയലില് രാത്രി വരെ അവൻ പണി ചെയ്തുകൊണ്ടേയിരുന്നു. വർഷങ്ങളായി അവൻ ഒരേ രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ. തൊട്ടടുത്ത വയലില് രാജൻ എന്ന് പറയുന്ന ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അവനും ഇതുപോലെ ജോലി ചെയ്തു. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. രാജൻ എന്ത് ചെയ്തു? നമ്മുടെ ശിവൻ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ആ ഒരു ജോലി സമ്പ്രദായം തന്നെ ഫോളോ ചെയ്തു. നമ്മുടെ പുതിയ കൃഷിരീതികൾ പഠിച്ചു. വെള്ളം ലാഭിക്കുന്ന സംവിധാനങ്ങൾ സ്ഥാപിച്ചു അവന്റെ കൃഷിയിടത്തില്. അതുപോലെ തന്നെ ഏത് വിളയാണ് കൂടുതൽ ലാഭം തരുന്നതെന്ന് അവൻ പഠിച്ചു. എന്നിട്ട് ആ വിളകൾ കൃഷി ചെയ്യാനായിട്ട് അവൻ ചെയ്തു. ആ വിളകൾ കൃഷി ചെയ്യാൻ അവൻ ആരംഭിച്ചു. അതുപോലെ തന്നെ അവന് കിട്ടുന്ന ആ വിളകളൊക്കെയും അവൻ തന്നെ കൊണ്ടുപോയി അത് വിപണിയിൽ വിൽക്കാനായിട്ട് അവൻ ശ്രമിച്ചു. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവൻ ഇപ്പോഴും കടബാധ്യതകളിലും പഴയ ആ സമ്പ്രദായത്തിലും അങ്ങനെ തന്നെ വന്നുകൊണ്ടേയിരുന്നു. ശിവനിലെ യാതൊരു ചേഞ്ചും അവിടെ ഉണ്ടായില്ല. പക്ഷേ രാജനാകട്ടെ മികച്ച വരുമാനം നേടി, പുതിയ ഭൂമി വാങ്ങി, കൂടുതൽ വിളകൾ അവൻ നടത്തി. ഒരുപാട് കൃഷി, പുതിയ നൂതന സമ്പ്രദായങ്ങൾ അവൻ അവിടെ കൊണ്ടുവന്നു. വലിയൊരു വ്യവസായിയായിട്ട് മാറി നമ്മുടെ രാജൻ. ഒരു ദിവസം ശിവൻ രാജനോട് ചോദിച്ചു, ഞാൻ നിന്നേക്കാൾ കൂടുതലായിട്ട് എല്ലാ ദിവസവും നീ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഇരട്ടി ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിന്റെ അത്ര വരുമാനമൊന്നും എനിക്ക് ലഭിക്കാത്തത് എന്ന് ശിവൻ രാജനോട് ചോദിക്കുകയാണ്. നമ്മുടെ രാജൻ ചിരിച്ചുകൊണ്ടൊരു ആൻസർ പറഞ്ഞു, നീ കൂടുതൽ ജോലി ചെയ്യുന്നു, പക്ഷെ ഞാന് ബുദ്ധിപൂർവം ജോലി ചെയ്യുന്നു. ആ വാക്കുകള് ശിവന്റെ ജീവിതം തന്നെ മാറ്റി. മനസ്സിലായോ നിങ്ങൾക്ക്? കഠിനാധ്വാനം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കഠിനാധ്വാനം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ കഠിനാധ്വാനത്തിനോടൊപ്പം എന്ത് വേണം? ശരിയായ ദിശ വേണം, ശരിയായ ചിന്ത വേണം, അതുപോലെ ശരിയായ തന്ത്രം വേണം. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിജയം നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? പലരും എന്താ ചെയ്യുന്നേ? കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, കൂടുതൽ ക്ഷീണിക്കുന്നു, പക്ഷെ അതേ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നു. വിജയികൾ എപ്പോഴും, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര് എപ്പോഴും അവനവനോട് തന്നെ ചോദിക്കും, ഞാൻ കൂടുതൽ ജോലി ചെയ്യണമോ അതോ ഞാൻ സ്മാർട്ടായിട്ട് ബുദ്ധിപൂർവ്വം ഞാൻ വർക്ക് ചെയ്യണമോ എന്നുള്ള കാര്യം നിങ്ങളും നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എപ്പോഴും കഠിനാധ്വാനം, രാവിലെ മുതൽക്ക് രാത്രി വരെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കണമോ അതോ ബുദ്ധിപൂർവ്വം കുറച്ച് സമയം വർക്ക് ചെയ്യണമോ എന്നുള്ള സത്യം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മരം മുറിക്കാനായിട്ട് പഴയ സമ്പ്രദായങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 8 മണിക്കൂർ എടുക്കും. കോടാലി മൂർച്ച കൂട്ടി പിന്നെ അതുകൊണ്ടൊന്ന് മരം വെട്ടി അങ്ങനെ അത്രയും സമയം എടുക്കും. പക്ഷെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം നൂതനമായിട്ടുള്ള ഒരു മെഷീൻ വാങ്ങും. ഒരു മരം മുറിക്കുന്ന സമയം കൊണ്ട്, പഴയ സമ്പ്രദായത്തിൽ ഒരു മരം മുറിക്കുന്ന സമയം കൊണ്ട് അയാൾക്കൊരു 10 മരം മുറിക്കാനായിട്ട് കഴിയും. എത്രയാ ലാഭം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് നിങ്ങൾ 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായങ്ങളെ മാറ്റി വെച്ചുകൊണ്ട്
പുതിയ പുതിയ നൂതന സമ്പ്രദായങ്ങൾ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പഴയ പഴയ കഴിവുകൾ ആ ഒരു പഴയ രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ പഴയ റിസൾട്ട് ആ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് മാറാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? തന്ത്രം മാറ്റുക. നമ്മുടെ തന്ത്രം നമ്മൾ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയം മാത്രമല്ല, റിസൾട്ടും കൂടി നിങ്ങൾ നോക്കുക. ഒരു 10 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തു. ആ 10 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്രയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ചിലപ്പോൾ നിങ്ങൾ പരമ്പരാഗതമായ ഒരു രീതിയിൽ എന്നിട്ട് 10 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വരുമാനം കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് വയസ്സായിട്ട് ചിന്തിച്ച് ഒരു ടെക്നിക്കലി അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള സമ്പ്രദായങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഒരു 10 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ഈ നൂതന സമ്പ്രദായം ഉപയോഗിച്ച് 10 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 10 ദിവസം കൊണ്ട് നിങ്ങൾ പഴയ സമ്പ്രദായം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വരുമാനം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചിന്തിക്കുക, ആലോചിക്കുക, എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. എനിക്കിങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സ്മാർട്ട് വർക്കർ ആവുക. ഹാർഡ് വർക്കർ എന്നുള്ളതിനുപരി ഒരു സ്മാർട്ട് വർക്കറായിട്ട് നമ്മൾ മാറുക. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ഒരു ദിവസം 100 കുഴികൾ കുഴിക്കുന്നു. വേറൊരാൾ ഒരു ദിവസം 10 കുഴികൾ കുഴിക്കുന്നു. പക്ഷെ അതിൽ നിന്നും 10 കുഴികൾ കുഴിച്ച അയാൾക്കാണ് കൂടുതൽ സ്വർണം കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എണ്ണത്തിലല്ല കാര്യം എന്ന് പറയുന്നത്. 100 കുഴികൾ കുഴിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പ്രയോജനമുള്ള 10 കുഴികൾ കുഴിക്കുന്നതല്ലേ നമുക്ക് ലാഭം? ആലോചിച്ച് നോക്കിയേ. ഇതിൽ ആരാണ് വിജയി എന്ന് പറയുന്നത്? 100 കുഴികൾ കുഴിച്ചവനാണോ? അതോ അത് ശരിയായ സ്ഥലത്ത് കുഴികൾ ഉണ്ടാക്കിയവനാണോ വിജയി എന്ന് പറയുന്നത്? ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ശരിയായ ദിശയിലല്ലാത്ത കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കുന്നതല്ലാതെ നമുക്ക് കാര്യമായിട്ട് വിജയമൊന്നും തരാനായിട്ട് പോകുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഠിനമായി പരിശ്രമിക്കൂ. പക്ഷെ കണ്ണടച്ചുകൊണ്ടല്ല, കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് തന്ത്രപൂർവ്വം ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരുവാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിയായ ദിശയിലാണോ ഉള്ളത്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പുതിയതായിട്ട് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? എന്ത് സ്കില്ലാണ് എനിക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്? മൂന്നാമതായിട്ട്, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനാധ്വാനങ്ങൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം തരുന്നുണ്ടോ? എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സത്യം നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വിജയം എന്ന് പറയുന്നത് കൂടുതൽ വിയർത്തത് കൊണ്ട് മാത്രം വിജയം ലഭിക്കുന്നില്ല. വിജയം എപ്പോഴും ഉണ്ടാവുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഹാർഡ് വർക്കർ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കിട്ടാത്ത ഒരു റിസൾട്ട് ഒരു സ്മാർട്ട് വർക്കർ ആയപ്പോൾ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും മാറി ചിന്തിക്കണം, തന്ത്രങ്ങൾ പഠിക്കണം, അതിന്റെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം എപ്പോഴും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നോടൊപ്പം മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് എല്ലാ ദിവസവും റൈസ് വിത്ത് ഷജീസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നോടൊപ്പം തന്നെ ഉയർന്നു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്, ചിൽഡ്രൻസ് കോച്ചാണ്, ഒരു ബിസിനസ് കോച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് പേഴ്സണൽ സെഷനിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ പേഴ്സണൽ സെഷൻ നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് പേഴ്സണൽ സെഷൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നിങ്ങളെ എത്തിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഒരുപാട് പേഴ്സണൽ സെഷനിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റിസൾട്ട് ഓറിയന്റഡ് ആണ്, പേഴ്സണൽ സെഷൻ വർത്തിയാണ് എന്നുള്ള കാര്യം.
തീർച്ചയായിട്ടും അതിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. Stay tuned with the Rise with Shajis. I will be back with another video. Thank you so much for watching my video. Thank you.